വിദ്യാർത്ഥി നേതാവും മുതിർന്ന അഭിഭാഷകനും തമ്മിലുള്ള തീപാറും പോരാട്ടമാണ് ഹുഗ്ലി നദിയുടെ തീരത്ത് കൊൽക്കത്തയുടെ വടക്ക് പടിഞ്ഞാറായുള്ള ചരിത്ര പ്രദേശമായ സെരാംപൂരിൽ അരങ്ങേറുന്നത്. ലോക്സഭയിൽ തൃണമൂലിന്റെ ചീഫ് വിപ്പും തുടർച്ചയായി 3 തവണ എംപിയുമായ കല്യാൺ ബന്ദോപാധ്യായക്കെതിരെ യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മുന്നണി പോരാളിയായ ദീപ്സിത ധറിന്റെ രംഗപ്രവേശം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. SFI ദേശീയ ജോയിന്റ് സെക്രട്ടറിയും ഗവേഷണ വിദ്യാർത്ഥിയുമായ ദീപ്സിതയ്ക്ക് വൻ സ്വീകാര്യതയാണ് മണ്ഡലത്തിൽ. ബംഗാളിലെ CPIM രംഗത്തിറക്കിയ യുവ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ശ്രദ്ധേയമായ മുഖമാണ് ഹൗറ സ്വദേശിയായ ഈ 30-കാരി. പ്രധാന മത്സരം CPIM തൃണമൂലും തമ്മിൽ. ഡച്ച് കോളനിയായിരുന്ന സെരാംപൂർ വ്യവസായത്തിനും കൃഷിക്കും പ്രസിദ്ധമാണ്. വൻകിട ചണമില്ലുകളിലെ കേന്ദ്രമായിരുന്നു. 10,000 പണിയെടുത്തിരുന്ന അവയെല്ലാം മമതയുടെ വരവോടെ വ്യവസായങ്ങളിലെ ശവപ്പറമ്പുകളായി. ദീപ്സിതയുടെ പ്രചരണത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളും വൻതോതിൽ അണിനിരക്കുന്നു. അതേസമയം ദീപ്സിതയ്ക്കെതിരെ വ്യക്തി അധിക്ഷേപങ്ങളുമായാണ് കല്യാൺ ബന്ദോപാധ്യായ കളം നിറയുന്നത്. രാഷ്ട്രീയ രംഗത്ത് അത്ര പരിചിതനല്ലാത്ത കബീർ ശങ്കർ ബസുവാണ് BJP സ്ഥാനാർത്ഥി. വർഗീയ വികാരം ഇളക്കിവിട്ട് വോട്ട് തട്ടാനുള്ള ശ്രമമാണ് തൃണമൂലും BJPയും നടത്തുന്നത്. മതനിരപേക്ഷതയും ഐക്യവും സംരക്ഷിച്ച് ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPIM ഇടതുമുന്നണിയും മുന്നേറുന്നത്.